ചുട്ടുപണികളെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? അപ്പോ ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്റെ കണ്ണുണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. ഗുരുവായൂരൊക്കെ പോയിച്ച് വന്നിട്ട് അപ്പൊ ഞാനൊരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു കൂപ്പൺ കോഡ് കിട്ടി. എനിക്ക് ഇത്രയും പ്രോഡക്റ്റ് ഞാൻ അതിൽ നിന്ന് വാങ്ങിച്ചു. ഗൈസ്, ഞാൻ ഇത്രയും കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. ലെറ്റ്സ് അൺബോക്സ് ദിസ്. ഓക്കെ, നമുക്ക് പൊട്ടിക്കാം. പെട്ടി പൊട്ടിക്കാം. ഞാൻ കിറങ്ങിയിരിക്കുവാണ്. ഞാൻ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഉറക്കത്തിന്റെ ഹാങ് ഓവറിലിരിക്കുകയാണ്. ബാക്കില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കാണും. ഒരാൾ അവിടെ ഇരുന്ന് മീനരിയുന്നു, ഒരാൾ അവിടെ നിന്ന് തുണി നനയ്ക്കും. സോ ഇതെന്തുവാ? ഇതൊന്നുമില്ല, ഒരു കാർഡ്ബോർഡ് പെട്ടി. ഒരു ഫേസ് സിറം, ഫസ്റ്റ് നൈസിനമയുടെ ഒക്കെ ഉള്ള ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നല്ല പ്രപ്പ് ചെയ്യാനായിട്ട് ഒരു സിറം. കാരണം എന്റെ മുഖം മേക്കപ്പ് ഞാൻ ഇപ്പൊ അധികമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഞാൻ കുരു വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനൊരു സിറം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഒരു ടോണറും മേക്കപ്പ് ഫിക്സറും, രണ്ടെണ്ണം. ടോണർ എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നതിന് മുന്നേ ആ മോയ്സ്ചറൈസർ സെറ്റ് ആയിട്ടിരിക്കാനാണ്. അത് കഴിഞ്ഞിട്ടാണ് സിറം ഇടുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മോയ്സ്ചറൈസർ ശരിക്കും മേക്കപ്പിൽ യൂസ് ചെയ്യാറില്ല. സിറവും ടോണറുമാണ് മെയിൻ സംഭവം. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നത്. ഈ രണ്ട് സംഭവം ഇടുകയാണെങ്കിൽ മേക്കപ്പ് ഭയങ്കര സെറ്റ് ആയിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഫിക്സർ, ഇത് ഞാൻ ചുമ്മാതായാലും മുഖത്തടിക്കും, നല്ല സുഖമാണ്. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു. എൻ്റെ ഞാൻ ഒരു ക്യാമ്പയിൻ ചെയ്തതിൻ്റെ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ വാങ്ങിച്ചു. ഗൈസ്, ലിപ്സ്റ്റിക് 4 അല്ല, ഒരെണ്ണം സിന്ദൂരമാണ് അമ്മയ്ക്ക്. അമ്മ കുലശ്രീയാണ്, അപ്പൊ അമ്മയ്ക്ക് ഒരു സിന്ദൂരം. ബാക്കി 3 ലിപ്സ്റ്റിക്. ഓക്കെ, ഒന്ന് എന്റെ ഫേവ് ഷെയ്ഡാണ്, ക്രഷ് കൊക്കോവ. അയ്യോ, ഇതില്ലാതെ ഞാൻ കഷ്ടപ്പെട്ട്, എനിക്കിപ്പം കിട്ടിയപ്പോ ഒരു സന്തോഷം. അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഷെയ്ഡാണ്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ആക്ച്വലി ഇത് പ്രൊമോഷൻ അല്ല, കാരണം ഞാൻ ഇതൊരു ക്യാമ്പയിൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം അപ്സ്വിങ്ങിന്റെ ക്യാമ്പയിൻ. അപ്പോൾ അതിലെനിക്ക് 5Kയുടെ പ്രോഡക്റ്റ് കിട്ടി. അത് ഞാൻ അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്ത് അവരെനിക്ക് ഓർഡർ ചെയ്താണ് ചെയ്തത്. ഇത് ഞാനാണ് ഓർഡർ ചെയ്തത് വെബ്സൈറ്റിൽ നിന്ന്. വർത്ത് പ്രോഡക്റ്റ്. ഞാൻ ഇടുന്ന മേക്കപ്പ് ഒക്കെ നിങ്ങൾ ഷോയ്ക്കും ഷൂട്ടിനൊക്കെ കാണുന്ന മേക്കപ്പ് ഞാൻ സ്വന്തമായിട്ട് ഇടുന്നതാണ്. അതൊക്കെ ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. സോ അതുകൊണ്ട് ഈ 2 ഷെയ്ഡും ഒന്നാണ്, നല്ല വ്യത്യാസമുണ്ട്. ലൈക്ക് ഇതൊരു പിങ്ക് കളർ ഉള്ള ഷെയ്ഡാണ്. വേണ്ട, ലാസ്റ്റ് ഇട്ടുതരാം. ഓക്കെ, പിന്നെ ഞാനൊരു വീഡിയോയിൽ മറ്റേ ഇപ്പം സേഫ് ലിപ്സ്റ്റിക് പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കിയതിൽ ഞാനൊരു റിവ്യൂ, ഫേസസ് ഓഫ് കാനഡയുടെ അത് അത്യാവശ്യം കുഴപ്പമില്ല. ഇഫ് യു നീഡ് ടു സെറ്റ് യുവർ മേക്കപ്പ് യു നീഡ് എ ഗുഡ് ലൂസ് പൗഡർ. എനിക്കില്ലായിരുന്നു. എൻ്റെ കയ്യിൽ BB പൗഡർ, കോമ്പാക്ട് പൗഡർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു ലൂസ് പൗഡർ അങ്ങ് വാങ്ങിച്ചു. ലൂസ് പൗഡർ അത്യാവശ്യമായിരുന്നു എനിക്ക്. ലിപ് ബാം ഇതും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് പുതിയതാണ്, ഫേസസ് ഓഫ് കാനഡയുടെ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഐബ്രോ ആണ് 599 ഐബ്രോ.
ഞാൻ ഐബ്രോ വരയ്ക്കും. കാരണം ഞാൻ ഒരു വട്ടം ത്രെഡ് ചെയ്ത് പണി കിട്ടി. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പൊ എപ്പോഴും ഐബ്രോസ് എന്റെ ഉണ്ട്. ഇത് തീർന്നില്ല. പക്ഷെ ഇനി അടുത്ത ക്യാമ്പയിൻ എനിക്ക് എപ്പോഴാ ചെയ്യാൻ പറ്റണെന്ന് അറിയില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങ് വാങ്ങിച്ചു വെച്ചു. എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട്. ഇനി ഒരു എമണ്ടനാണ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഫൗണ്ടേഷൻ രണ്ടും കൽപ്പിച്ച ഒരു ഷെയ്ഡ് അങ്ങ് വാങ്ങിച്ചു. ഇതെനിക്ക് മാച്ച് ആണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ സ്കിന്നിന് ഇത് മാച്ച് ആവോ. ലൈക്ക് അണ്ടർടോൺ നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. എനിക്കൊരു വാം അണ്ടർടോൺ ആണ്. അതുകൊണ്ട് തന്നെ അണ്ടർടോൺ നോക്കി ഒരു മീഡിയം ഫെയർ ടൈപ്പ് ആയിട്ടുള്ളതാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഒത്തിരി ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഫെയർ ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. കുറച്ച് ഡാർക്ക് സ്കിൻഡ് ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മേക്കപ്പ് റിമൂവർ എനിക്കില്ല. വെറ്റ് വൈപ്സിനെ കാട്ടി മേക്കപ്പ് റിമൂവറാണ് ഏറ്റവും നല്ലത്, ലിക്വിഡ് ആയിട്ടുള്ള. സോ അതുകൊണ്ട് തന്നെ അതൊരെണ്ണം വാങ്ങിച്ചു. ഇതിനി റിമൂവ് ചെയ്യാൻ കോട്ടൺ പാഡ് വാങ്ങണം. ഇത് വാങ്ങണം. സ്റ്റോക്ക് ക്രീം വാങ്ങിച്ചു. കാരണം എൻ്റെ ഉണ്ട് സ്റ്റോക്ക് ക്രീം, ബട്ട് അത് തീരാറായി. സോ ഒരു റീസ്റ്റോക്ക് എന്ന പോലെ ഒരു സ്റ്റോക്ക് ക്രീം. ഇതൊക്കെ 499 ഒക്കെയാണ് ഗൈസ്. ഇതൊക്കെ 499 ട്രിപ്പിൾ ഇമ്പാക്ട് മേക്കപ്പ് റിമൂവർ വിത്ത് റോസ് വാട്ടർ. പിന്നെ ഫൗണ്ടേഷൻ, അത് നമുക്കൊന്ന് പൊട്ടിക്കാം. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം എനിക്ക് ഫൗണ്ടേഷൻ ഷെയ്ഡ്, പിന്നെ ഇത് നമുക്ക് കൊളാബ് വന്നതല്ല, നമുക്ക് കിട്ടിയതായത് കൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പൊട്ടിക്കാം. അൺബോക്സിംഗ് ഒക്കെ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കണം എന്നൊന്നും ഇല്ല. തിങ്ക് ഗൈസ്, എനിക്കിത് കറക്റ്റ് ആയിരിക്കുമെന്ന്. ഐ തിങ്ക് കുഴപ്പമില്ല. ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ. പിന്നെ ഒരു കാര്യം, ഈ ഫൗണ്ടേഷൻ ഓക്സിഡൈസ്ഡ് ആവും. അപ്പൊ കുറച്ച് നമ്മളെ കട്ടിയും ഇതായിട്ടിരുന്നാലും കുഴപ്പം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ട് ടെൻഷൻ ഒന്നും ആവണ്ട. ഇനി തീർന്നു ഗൈസ്. ദിസ് വൺ, ഇത് ഞാന് കുറേ പേര് യൂസ് ചെയ്യുന്ന കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഈ മാഗ്നെറ്റ് ഐസ് ഫോർ ദ പെർഫെക്റ്റ് ലുക്ക്. കഴിഞ്ഞ ഇതിനെ ഞാൻ ഓർഡർ ചെയ്തതാണ്, കഴിഞ്ഞ ക്യാമ്പയിനെ. പക്ഷെ എനിക്ക് പ്രൈസ് ഓവർ ഡ്യൂ ആയതുകൊണ്ട് എനിക്കത് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. ഓർഡർ ചെയ്ത് കറക്റ്റ് 5K എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5K, അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനിത് ആദ്യം വാങ്ങിച്ചു. അത് ഈ മസ്കാര ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. എനിക്കുണ്ട് മസ്കാര, എങ്കിലും നല്ലത് വാങ്ങാൻ അത് സ്റ്റുഡിയോ വാങ്ങിച്ചതാണ്. സ്റ്റുഡിയോയിലെ മോശമാണെന്നൊന്നുമല്ല പറയുന്നത്. ബട്ട് നമുക്കിപ്പം ഇതുണ്ടെങ്കിലും നമുക്ക് സെഫോറയുടെ വാങ്ങാൻ ആഗ്രഹം കാണില്ലേ? എനിക്കൊരു ആഗ്രഹം. ഓ മൈ ഗോഡ്, ഇതിന്റെ വാൻഡോക്ക് അമേസിങ്. ഞാനൊരു വീഡിയോ കണ്ടതാ. ലൈക്ക് മസ്കാര ഇടാനായിട്ട് ഇതിനകത്ത് ഓവർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ കളഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. എന്നിട്ട് അമ്മ നോക്ക്, മസ്കാര പുതിയത്. അത് കഴിഞ്ഞ് ഗായ്സ് ഒരു ഐലൈനർ. ഞാൻ ഇന്നൊരു ഐലൈനർ വാങ്ങിച്ചു, ഇന്നും ഒരു ഐലൈനർ.
വർഷം ആവാൻ പോണ്. ഇപ്പോഴാണ് ഇങ്ങനത്തെ ഐശ്വര്യങ്ങൾ. ഞാൻ പറഞ്ഞു വീട്ടിൽ അച്ഛനും മക്കളും മാത്രമായിട്ട് ജീവിച്ചിരുന്നപ്പോ യാതൊരു ഐശ്വര്യവും ഇല്ല. പക്ഷെ കിട്ടിയത് സിൻഡ്രല്ലയുടെ രണ്ടാനമ്മേനെ പോലത്തെ ഒരു അമ്മ. പിന്നെ കരിയുണ്ട്. മറ്റേ മീനെടുത്തല്ലേ? ഓ Oh my god, oh my god, nice സാധനം. ആയിരുന്നു നോക്ക് അമ്മ, ഇത് സൂപ്പർ പരിപാടിക്ക് മാത്രം. അതല്ല ബാക്കിയുള്ള പ്രോഡക്റ്റ് ഒക്കെ. ഇനി ഇതൊക്കെ അമ്മയെ കൊണ്ട് കാണിക്കാം. ഇത് ലിബാം ഒക്കെ ഇട്ട് നോക്കാം. സോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ലിറ്ററലി മൈ ഗ്ലോയിങ് സ്കിൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് കണ്ണില് ഞാൻ അത് 3 ട്രൈ ചെയ്തു. ലിപ് ബാം ഇട്ടു. ഐ ഫീലിംഗ് ക്രേസി. ഇനി ഇതൊക്കെ കൊണ്ടുപോയി അമ്മയ്ക്കും പപ്പയ്ക്കും കാണിക്കാം. അവരുടെ അടുത്തുള്ള റിവ്യൂ ആണ് ചാച്ചേട്ടത്.